ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും സമാധാനം സമ്മാനിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആകാശവീഥിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി. അഗ്നിച്ചിറകുള്ള മാലാഖമാർ നിൽക്കെ യേശുനാഥൻ ഉയർത്തു. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ അവരുടെ മധ്യേ വന്നു നിന്ന് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഭയത്തിൻ്റെ നടുവിലേക്ക് ഉദ്ധിതൻ വരുന്നു. കതകുകൾ അടച്ചിരിക്കുന്ന എക്സ്ക്ലൂസീവ്നെസ്സിൻ്റെ മധ്യേ ഉദ്ധിതനായ കർത്താവ് തമ്പുരാൻ വന്ന് ഉദ്ധാനത്തിൻ്റെ വലിയ സമ്മാനമായ സമാധാനം ശിഷ്യഗണത്തിന് ആശംസിക്കുന്നു. തിരിച്ചറിവുകൾ നൽകുന്നുണ്ട് ഈ വാക്യം നമുക്ക്. ഒന്ന്, കർത്താവ് നമ്മുടെ മുറിവുകളെ, നമ്മുടെ ഞെരുക്കങ്ങളെ എടുത്തു മാറ്റുകയല്ല, ആ മുറിവുകളുടെ നടുവിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമക്കേടുകളുടെ നടുവിലേക്ക്, ആശങ്കകളുടെ നടുവിലേക്ക് കർത്താവ് വരുന്നു. അവൻ വന്ന് സമാധാനം നമുക്ക് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഭയങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്നപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് കർത്താവ് വരുന്നത്. ഏറെ ഭയങ്ങളുടെ നടുക്കാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഭയം മൂലം ലോകത്തോട്, ചുറ്റുമുള്ളവരോട്, പ്രിയപ്പെട്ടവരോട് പോലും കതകും ജനലും അടച്ചുള്ള ഇരുണ്ട ജീവിതമായി നമ്മുടേത് മാറിപ്പോകുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയന്ന് മാറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ കതകടയ്ക്കുകയാണ്. സത്യം പറയാൻ ഭയന്ന് മറഞ്ഞിരിക്കുന്ന നമ്മൾ കതകടച്ചിരിക്കുകയാണ്. ചെയ്യാവുന്ന നന്മ ചെയ്യാതെ മാറിപ്പോകുന്ന നമ്മൾ കതകടച്ചിരിക്കുകയാണ്. അത്തരം ഭയങ്ങളിലേക്കാണ് ഉദ്ധിതൻ വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നൊരു കാര്യമുണ്ട്, പീസ് ഈസ് ദ ട്രാൻക്വിലിറ്റി ഓഫ് ഓർഡർ. ക്രമത്തിനുള്ളിൽ വരുന്ന ശാന്തതയാണ് സമാധാനം. നമ്മുടെ ജീവിത ക്രമത്തിലേക്ക് കർത്താവ് ഒരു സമാധാനം അയക്കും. ആ സമാധാനം ഉദ്ധിതൻ നൽകുന്നതാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ കർത്താവ് നൽകുന്ന ഈ സമാധാനം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പ്രത്യേകിച്ച് യുദ്ധഭീതി നിറഞ്ഞിരിക്കുന്ന മധ്യപൂർവ്വ ദേശങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ മനുഷ്യർ കതകും ജനലും അടച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ, യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ, ആക്രോശങ്ങളും നിലവിളികളും അലയടിക്കുമ്പോൾ, ഭയത്തിൻ്റെ ഉള്ളറകളിലേക്ക് മനുഷ്യൻ ആഴ്ന്നിറങ്ങുമ്പോൾ, ഉദ്ധാനത്തിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ, സ്വീകരിക്കാൻ അവരെ ഒരുക്കണമേ എന്ന്, സമാധാനം നീ പുനഃസ്ഥാപിക്കണമേ എന്ന് തിരുമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥന ഉയർത്താം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തമ്പുരാനെ, നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ.
നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഈ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റില്ല എന്ന്. കർത്താവെ, ആരും ഒന്നും എടുത്തു മാറ്റാത്ത, കവർന്നെടുക്കാത്ത നിത്യമായ സമാധാനം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ ശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.